എടി, നീ എന്താ ആളെ കൊല്ലാൻ നോക്കണം? സോറി. എന്ത് സോറി? നിനക്ക് നീ കണ്ണു കാണുന്നില്ലേ? സോറി എന്ന് പറഞ്ഞില്ലേ, അതിനെന്തിനാ ചൂടാവണേ? ഇടിച്ചതും പോരാ, അവള് തർപ്പത്തിനെ കണ്ടില്ലേ? ഞാൻ കാര്യമാണ് പറഞ്ഞത്. എന്ത് കാര്യം? രണ്ട് കണ്ണില്ലേ മുഖത്ത്? രണ്ട് കണ്ട് നിങ്ങളെ നോക്കില്ലേ? നിങ്ങള് കണ്ടില്ലേ സൈക്കിള് വരുന്നുണ്ട്? പറഞ്ഞത് ഞാൻ മലപ്പുറം സൈക്കിളിന്റെ മുന്നിൽ ചാടിയതാണ്. നീ ഫസ്റ്റ് ഓൾഡ് പറ, തൊള്ള പൂട്ടി വെക്കാൻ. മോനെങ്ങനെ എന്റെ ഉമ്മ കണ്ണീന്ന് വിളിക്കാനേ? എനിക്ക് തീരെ പിടിച്ചിട്ടില്ല അവനെ. പട്ടിത്തെണ്ടി തുട്ടൂത്തു. നിന്റെ ഏട്ടനാണോ അത്? അവനക്ക് എന്താ നല്ലപോലെ സംസാരിക്കാൻ അറിയില്ലേ? ചേച്ചി നല്ല മയക്കാറുണ്ട്, നല്ല മഴ പെയ്യാനായിട്ട് വേഗം വിട്ടു പോവാം. ஏதோ ஏதோ மாதிரி ஒரே என்ன வழியிலையா, ஏதோ ஏதோ மாதிரி ஒரே என்ன முடியலையா, கனவுல இவதா சில்லுன்னு பட்டா, காதல இவதா சுள்ளுன்னு சுட்டா, கனவுல இவதா சில்லுன்னு பட்டா, காதல இவதா சுள்ளுன்னு சுட்டா. ஏதோ ஏதோ மாதிரி ஒரே என்ன வழியிலையா, ஏதோ ஏதோ மாதிரி ஒரே என்ன முடியலையா, கனவுல இவதா சில்லுன்னு பட்டா, காதல இவதா சுள்ளுன்னு சுட்டா, கனவுல இவதா சில்லுன்னு. ദേവൂട്ടാ എപ്പോഴാ വന്നേ? ഇപ്പോഴാണോ വരുന്നത് ഇങ്ങോട്ട്? അല്ലമ്മ, എന്താണ് ഞാൻ രാവിലെ എത്തിക്കണ്. അപ്പോ കുളിച്ച് കഴിഞ്ഞപ്പോ ഫുഡൊക്കെ കഴിച്ച് അപ്പോഴാണ് കൃഷ്ണ വന്നത്. അപ്പൊ പുറത്തു പോയി വരാൻ വിചാരിച്ചു. അതുകൊണ്ടല്ലേ, എന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്നില്ല. നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ദേവു എന്തിനാണ് ലക്ഷ്മി അമ്മയെ അമ്മ എന്ന് വിളിക്കുന്നത്? എന്താന്ന് വെച്ചാല് ദേവുവിന്റെ അമ്മ ലക്ഷ്മിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവര് നെയ്ബേഴ്സ് ആണെങ്കിലും ഒരു കുടുംബം പോലെ ജീവിച്ച് കഴിച്ച് വളർന്നതാണ്. അപ്പോ ഈ 12 വയസ്സ് വരെ നാട്ടിൽ തന്നെയായിരുന്നു. പിന്നെ അച്ഛനക്ക് ജോലി കിട്ടി, ഡൽഹി പോയി സെറ്റിലായി. പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ദേവു നാട്ടിലേക്ക് വരുന്നത്. രുദ്രനെന്ന് വെച്ചാല് ചൈൽഡ്ഹുഡ് ടൈമിലല്ലേ ദേവു കാണുന്നത്. ഇപ്പൊ ഓർമ്മ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ ചേക്ക വളർന്ന് നല്ല ഇപ്പോ പ്രൊഫസറായിട്ട് കോളേജിൽ വർക്ക് ചെയ്യാണ്. പിന്നൊരു കാര്യം, അത് ഭയങ്കര കൈപ്പനാണ്. പിന്നെ ശ്രീവിരോധിയാണ്. എന്താന്ന് വെച്ചാല് നമ്മുടെ കഥയിൽ ബാക്കി
ചാ എന്നെ മനസ്സിലായോ? എന്റെ ദേവുട്ടിനെ മനസ്സിലാവാതിരിക്കോ? മോളാകെ വളർന്നു പോയല്ലോ. ഇത്ര വർഷമായിട്ട് ഇപ്പോഴാണോ എന്നെ കാണാൻ വരുന്നത്? എന്താന്ന് വെച്ചാല് ഡൽഹിയിൽ പോയപ്പോ അച്ഛന് ഫുൾ വർക്ക് ലോഡായി. പിന്നെ ഇപ്പൊ തന്നെ ഞങ്ങള് എല്ലാവരും കൂടെ വരാൻ നിൽക്കുന്നു. അപ്പോഴാണ് അച്ഛൻ കറച്ചിന്റെ മീറ്റിംഗ്. അപ്പൊ നെക്സ്റ്റ് മന്ത് വരുള്ളൂ. അപ്പൊ ഞാൻ പെട്ടെന്ന് പോന്നേ. നെക്സ്റ്റ് വീക്ക് ക്ലാസ് തുടങ്ങൂലേ. അച്ഛനെ വിളിച്ചപ്പോ പറഞ്ഞിരുന്നേ മോള് ഇവിടെ ഡിഗ്രി പഠിക്കുന്നു. അതേതായാലും നന്നായി. പിന്നെ മോൾക്ക് ടെൻഷൻ അടിക്കാനില്ലല്ലോ, ഇവിടെ അടുത്ത് തന്നെയല്ലേ. പിന്നെ രുദ്ര അവിടുത്തെ പ്രൊഫസറാണല്ലോ, അപ്പൊ കുഴപ്പമുണ്ടാവില്ല. മോളൊന്നും ഓർത്തിട്ടും ടെൻഷൻ അടിക്കണ്ട. എല്ലാവർക്കും അമ്മച്ചിക്ക് വേണ്ടിക്കോ ഇന്നൊന്നും ഭയങ്കര വിഷമൊന്നുമില്ല, എന്നാലും ചെറിയൊരു സങ്കടം. ഒന്ന് പോടി, ഞങ്ങളെ പൊന്നാരമ്മോ അമ്മല്ലേ. ഏതോ ഏതോ മാതിരി ഒരേ എന്ന വഴിയിലയാ. Kadin.